ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയോടൊപ്പം ഫൈനൽ എപ്പിസോഡ് സ്റ്റോറി നമുക്ക് നോക്കാം. കഥ തീരാനായി സ്റ്റോറി. അതുമാത്രമല്ല, നമ്മൾ ആറാമക്ക് ഒന്നും മനസ്സിലായില്ല. ആറാം പറഞ്ഞായിരുന്നു എന്താടാ നമ്മൾ ഇവിടൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വയസ്സായി. ഫസ്റ്റ് ജെന്ന് പോയപ്പോൾ പറഞ്ഞാൽ ജിൻ പോയായിരുന്നു. ജിന്ന് പറഞ്ഞ ഒരു അപ്പൂപ്പനായി മാറിയായിരുന്നു. അപ്പോൾ ഗോഡ് പറഞ്ഞു. അപ്പോൾ ഒരു മരുന്ന് കൊടുത്തു, ഒരു ബ്ലൂ കളർ മരുന്ന് പോലത്തെ ഗോൾഡ് കളറായിട്ട് ജിന്ന് എങ് മാറി. അപ്പോൾ ഓരോന്നാൾ പോയായിരുന്നു. അപ്പോൾ ഭൂമിക്ക് നോക്കിയായിരുന്നു. അവരുടെ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കണ്ട് ആറമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആറമ്മനെ കണ്ടായിരുന്നു. ആറമ്മനെ കണ്ട് ഗോഡ് പറയാൻ തുടങ്ങി, നിങ്ങളെല്ലാവരും പോയി ഭൂമിയിൽ ഇതാക്കി നിങ്ങളെ പവർ നിങ്ങൾ യൂസ് നല്ല കാര്യം ചെയ്യുമായിരുന്നു. ആറമ്മ നോക്കായിരുന്നു. അപ്പോൾ ആറമ്മനെ കണ്ട് പറയായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഭൂമിക്ക് പോകണം ആഗ്രഹമുണ്ട്. അവർ കൊച്ചായി ജനിക്കാണ്. അതുകൊണ്ട് പറയായിരുന്നു, അത് കൊച്ചായിട്ടാണ്. നിങ്ങൾ ഭൂമി വീണ്ടും ജനിക്കും. നിങ്ങൾ 7 പേരായിട്ട് ജനിക്കും എന്ന് ഗോഡ് പറഞ്ഞായിരുന്നു. 7 പേരായിട്ടാ? അതെ, നിങ്ങളെല്ലാവരും 7 പേരായി ജനിക്കാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു ഗോഡ്. നിങ്ങളിപ്പോൾ പോകണ്ട, നിങ്ങൾക്ക് ഇങ്ങനെയായിട്ട് അവർ അവിടെ ഭൂമിയിൽ ഉണ്ടായി ഇപ്പോഴാണ്. അങ്ങനെയായിട്ട് ആ കുട്ടികൾ വീണ്ടും വന്നിരുന്നു. അങ്ങനെ 7 പേരായിട്ട് ഭൂമിയിൽ 7 പേരായിട്ട് ജനിപ്പിക്കണം ഗോഡ് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവർ 7 പേരായിട്ട് ജനിപ്പിക്കണം. അതെ, നിങ്ങൾ അങ്ങനെയായിട്ട് ഗോഡ് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ ആയിരുന്നു. പിന്നെ ഡേയ്സ് പോയിരുന്നു. അങ്ങനെ കുട്ടികൾ അവർ വയസ്സായി അവർ വന്നായിരുന്നു. അവർ കണ്ടായിരുന്നു ഭയങ്കര ആ പ്ലേസിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ജിന്ന് പറയായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് കുറേ പോയായിരുന്നു. അപ്പോൾ ഗോഡ് എന്ത് ചെയ്ത് പറഞ്ഞാൽ മതി, അവർ 7 പേര് സോൾ അങ്ങനെയായിട്ട് ഭൂമിക്ക് അയച്ചായിരുന്നു. അങ്ങനെ 7 പേര് സോൾ അയച്ചായിരുന്നു. അങ്ങനെ 7 പേര് അവരെ ഫ്രണ്ട്സായിട്ട് ജനിച്ചായിരുന്നു. നമ്മൾ അതിൽ ഹീറോയി പറയായിരുന്നു, ഞാനും നിങ്ങൾ 7 പേരും. അങ്ങനെ 7 ഗേൾസിനെ അവർ ഭൂമിക്ക് അയച്ചിരുന്നു. ബാക്കി ഗേൾസിനെ അവർ സെലക്ട് ചെയ്തത്. അങ്ങനെ 7 ഗേൾസ് അങ്ങനെ ഭൂമിയിൽ ജനിച്ചു. അവർക്ക് ഒന്നും ഫ്ലാഷ് ബാക്ക് ഓർമ്മയില്ല. അങ്ങനെ 7 പേർ ജനിച്ചു. അങ്ങനെ 7 ഗേൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കല്യാണം കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് സ്വന്തത്തിൽ ഇരുന്നായിരുന്നു. അപ്പോൾ ഗോഡ് മുകളിൽ ഇരുന്നവർ പറയായിരുന്നു, അതിൽ വലിയ ഗോഡ് പറയാൻ തുടങ്ങി, അവൻ ഫ്ലിക്സിനെ അവന് ഭൂമിക്ക് പോയിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ആ ഫ്ലിക്സിന് നോക്കായിരുന്നു. ഫ്ലിക്സ് മണ്ടത്തരം കാട്ടുന്നതിൽ ഭയങ്കര ഓവർ ചെയ്തിരുന്നു ആ ഫ്ലിക്ക്. അപ്പോൾ അതിലൊരു ഗോഡ് പറയാൻ തുടങ്ങി. ഗോഡ് ചിരിക്കായിരുന്നു. ഞാൻ ഫ്ലിക്സിക്ക് മാത്രം ആ മരുന്ന് അവൻ കഴിച്ചില്ല. ഇത് കേട്ട് എല്ലാവർക്കും ഷോക്കായിരുന്നു. അത് ഫ്ലിക്സ് ഭൂമിക്ക് പോയത്. അപ്പോൾ നിരസിച്ചു. അപ്പോൾ എല്ലാവരും ഞാൻ ഒന്നിപ്പിക്കാൻ പോകുന്നെന്ന് ഫ്ലിക്സ് ഒറ്റ ഓട്ടം പോയി. അങ്ങനെ ഫ്ലിക്സ് എല്ലാവർക്കും കറക്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ഗോഡ് നോക്കിയിട്ട് വെണ്ടത്തെറി ചിരിക്കായിരുന്നു. ഗോഡൊക്കെ ടെൻഷൻ. ഫ്ലിക്സ് ഗോഡ്, നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പോയിരുന്നു, ഞാനേ എല്ലാവരും സെറ്റ് ചെയ്യാം. ഇല്ല, ഇവരെ വേറെ കല്യാണം കഴിക്കാത്ത. അതെ, ഫ്ലിക്സിക്ക് ഒരു ഗേൾ ഇഷ്ടമാണ്. ആ ഗേൾ കൂടെ ഫ്ലിക്സ് മാരേജ് കഴിച്ചു. ആ ഗേൾ പറഞ്ഞ ഈ ഫ്യൂച്ചറിൽ എന്ത് നടക്കാൻ പോകുന്നു, ഒരു മാരേജ് കഴിച്ചാൽ അവളെ ഫ്യൂച്ചർ ഹസ്ബൻഡ് അവളെ മാരേജ് കഴിക്കാൻ പോകുന്ന ഹസ്ബൻഡ് ഒരു ശരിയില്ലാന്ന് ഈ കഥയിൽ എഴുതിയിട്ടുണ്ട്. ഗോഡിൻ്റെ അവിടെ സെക്യൂരിറ്റി പറഞ്ഞത് അത് കേട്ടായിരുന്നു. ഫ്ലിക്സ് പോയിട്ട് അവളെ മാരേജ് കഴിച്ചായിരുന്നു. ഫ്ലിക്സ് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഗോഡ് തല കൈ വെച്ചാൽ അയ്യോ ഹാപ്പി എൻഡിങ്.